സത്യം പറഞ്ഞാൽ ചില ദിവസങ്ങൾ ഉച്ചയ്ക്ക് കറി വെക്കാൻ ഒരു വക കാണൂല കേട്ടോ. ഇന്നാണെങ്കിൽ പച്ചക്കറിയും ഇല്ല. ഞാനാണെങ്കിൽ ചില ദിവസങ്ങളങ്ങ് മറന്നു പോവും പച്ചക്കറി വാങ്ങിക്കൊണ്ട് വരാൻ പറയാനേ. ആ സമയമാകുമ്പോഴായിരിക്കും പച്ചക്കറി ഇല്ലയെന്ന് പറയുമ്പോൾ പിന്നെ ഇനി ദേഷ്യം കാണാൻ വയ്യ. അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് മുട്ട ഉണ്ടായിരുന്നു, അതിനെടുത്ത് അവിയൽ അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ മുട്ട അവിയൽ വെക്കുന്നതിന് തേങ്ങ, ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത്. എൻ്റെ കയ്യിൽ സവാള ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ കുഞ്ഞ് 2 ചെറിയ പീസ് സവാള ഇട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ജീരകം, മല്ലിപ്പൊടി ചേർക്കാറില്ല, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് നമ്മുടെ അവിയലിനെ അരയ്ക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ അരച്ചെടുക്കുക. അതിലോട്ട് മുരിങ്ങയ്ക്കയാണ് കൂടുതൽ ഇടാറ്. അപ്പോൾ മുരിങ്ങയ്ക്ക ഇല്ലാന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് ഇടാം. പിന്നെ പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് അങ്ങ് തിളപ്പിക്കാനായിട്ട് വയ്ക്കുക. തിളച്ച് ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമ്മുടെ മുട്ട 2ആയിട്ടോ 4ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് മുറിച്ചിടാം. മുറിച്ച് ആദ്യം മറിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് അതൊന്ന് വറ്റി വരാറാവുമ്പോൾ മാത്രം അതിനെ തിരിച്ചിട്ട് കൊടുക്കാവേ. മുട്ട കമഴ്ത്തി ഇടണമെന്നുള്ള കാര്യം ഈ ഇടയാണ് എനിക്ക് മനസ്സിലായത്. കാരണം അമ്മ ഇപ്പോഴാണ് കേട്ടോ പറഞ്ഞത് ആദ്യം ഇങ്ങനെ കമഴ്ത്തി ഇടണം, അല്ലാന്നുണ്ടെങ്കിൽ അതിനകത്ത് വെള്ളം ഇറങ്ങുന്നേ. അപ്പോൾ അതൊന്ന് വറ്റി വരുന്ന സമയത്തിന് മുട്ട അങ്ങ് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഈ കമഴ്ത്തി ഇടുന്ന സമയത്ത് മഞ്ഞക്കരി ഒന്നും ഇളകി പോകില്ല കേട്ടോ. അപ്പോൾ അതിനകത്തൊക്കെ നല്ല അരപ്പൊക്കെ പിടിച്ച് നല്ല സെറ്റായിരിക്കും. എന്നിട്ട് കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് വറ്റി വരുമ്പോൾ മാത്രം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതും കൂടി ഒഴിച്ചു വരുമ്പോൾ ഒരു പ്രത്യേക മണമാണ് കേട്ടോ. അപ്പം നല്ല വറ്റി വന്നാലാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ നല്ല ചൂട് ചോറും അതിൻ്റെ കൂടെ നല്ല മുട്ട അവിയലും, പിന്നെ ഇന്ന് വേറെ കറിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ഇഞ്ചി ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിനെടുത്ത് ഇഞ്ചിക്കറിയും ആക്കി. അപ്പോൾ ആ ഇഞ്ചിക്കറിയും നല്ല മുട്ട അവിയലും അത് മാത്രം മതി കേട്ടോ സത്യം പറഞ്ഞാൽ ചോറ് കഴിക്കാൻ. അച്ചാറ് നാരങ്ങ ഇരിപ്പുണ്ടായിരുന്നു, പിന്നെ ഇഞ്ചി ഉള്ളത് കൊണ്ട് പിന്നെ ഞാൻ നാരങ്ങ എടുത്തില്ല. ആ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു പീസും മുട്ടയുടെ ഒരു പീസൊക്കെ ആ ഇഞ്ചിക്കറിയിലൊട്ടിട്ട് ഇങ്ങനെ ചൂട് ചോറിൽ കുഴച്ച് കഴിച്ചാൽ സത്യം പറഞ്ഞാൽ ഈ ഒരു ഒറ്റ കറി മാത്രം മതി ചോറ് കഴിക്കാൻ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഇപ്പം തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്. സത്യം പണ്ട് തൊട്ടേ എനിക്ക് ഈ മുട്ട അവിയൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണേ.